ഉറ്റുനോറ്റൊരു കേക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ. ആ സമയത്ത് കിട്ടിയ പണികളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേക്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മുതൽ തന്നെ ഒരു എയർ ഫ്രയറിലാണ് ട്രൈ ചെയ്തത്. നമുക്കിവിടെ OTG ഇല്ല, ഓവനിൽ എനിക്ക് അത്ര സക്സസ്ഫുൾ അല്ല. എയർ ഫ്രയർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ അതിന് പറ്റിയ ഒരൊറ്റ പാത്രം പോലും ഇല്ല, കാരണം ചെറിയൊരു എയർ ഫ്രയറാണ്. പിന്നെ സാധനങ്ങളും ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു 3 പഴം, അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒരു മുട്ടയും കൂടെ ചേർത്ത്. പിന്നെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ, ഒരു വർഷത്തോളമായി ഞാൻ കേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ട്. പിന്നെ കുറച്ച് ഗീ ഒഴിച്ചു, കാരണം ഓയിലില്ല, സൺഫ്ലവർ ഓയിലില്ലേ, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ കേക്ക് എന്ന് കേട്ടതും മിത്തുക്കുട്ടി ഓടി വന്നോട്ടെ, കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പണ്ട് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്ത് കൊടുത്തിരുന്നതാണ് ഗീ കേക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഗീ കേക്ക് തട്ടി വിട്ടതാണ്. അപ്പോൾ സിന്നമൺ പൗഡറും പിന്നെ കുറച്ച് വാനില എസൻസും പിന്നെ മൈദ നോക്കിയപ്പോൾ മൈദ ഏതോ കാലത്തിരിക്കുന്ന മൈദയാണ്. എന്നാലും വേണ്ടില്ല, ഫ്രിഡ്ജിലല്ലേ, കേടുവരാൻ ചാൻസ് ഇല്ല, കാരണം മൈദയുടെ ഉപയോഗം കുറവായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ എല്ലാം കൂടെ തട്ടിക്കുട്ടി ഒരു കപ്പ് മൈദ എടുത്ത് നന്നായിട്ട് ഒരു ചെറിയ കിട്ടിയൊരു ട്രേ, ഞാൻ ബനാന ബ്രെഡ് പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ആ സാധനമൊന്നും എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് വെച്ചു. അങ്ങനെ അതും കാത്തിരിക്കുമ്പോഴാണ് ഒരു കാര്യം മറന്നത്, ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നു. ഏറ്റവും അത്യാവശ്യമായ കേക്കിൻ്റെ സാധനം. അങ്ങനെ വന്നപ്പോൾ കേക്ക് കലത്തപ്പായി മാറി, മനസ്സിലായോ? ഒന്നെങ്കിൽ ഓവർ കോൺഫിഡൻസ് നിർത്തി ഒന്ന് റെഫർ ചെയ്യണം, കാരണം കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മിത്തുവിന് എന്തായാലും മിത്ത് തട്ടിക്കോളും. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ബേക്കിംഗ് പൗഡർ ഇടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതൊരു കലത്തപ്പ പോലെയായി, അതിങ്ങനെ ഫ്ലഫിയായി പൊങ്ങി വന്നില്ലല്ലോ, അത്രയേ ഉള്ളൂ.